വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കർത്തൃ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഭാഗം. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചത് അതൊരു യാചന രൂപത്തിലുള്ള പ്രാർത്ഥനയായിട്ടാണ് പലർക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ മുൻപ് പ്രാർത്ഥനയുടെ വിവിധ തരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കർത്തൃ പ്രാർത്ഥനയിൽ എല്ലാം യാചിക്കുന്ന ഒരു രൂപത്തിലാണ് യേശു പറയുന്നത്. അതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ? കർത്താവ് അത് ഈ കർത്തൃ പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇതൊരു യാചന പോലെ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ശിഷ്യന്മാർ കർത്താവ് ഇങ്ങനെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ശിഷ്യന്മാരെ സന്ധ്യയാകുമ്പോൾ അവരെ അത്താഴമൊക്കെ കഴിഞ്ഞ് അവരുടെ ചെറിയ ഒരുമിച്ചുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വിടുമ്പോൾ ആൾ പലപ്പോഴും ഒറ്റയ്ക്ക് മാറി കുറച്ചകലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു, ഏകാന്തതയിൽ ചെലവഴിക്കുന്നു. പിന്നെ അവർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വൈബാണ്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ കുറച്ച് മുമ്പൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേഞ്ചാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ത്രില്ലടിച്ച് കേൾക്കണു, മണിക്കൂറുകളിരുന്ന് കേട്ടിട്ട് സമയം പോണത് അറിയണില്ല. അവസാനം അവർക്ക് ഭക്ഷണം കൊടുക്കൊണ്ടുവരുന്നു. അവർ നോക്കുമ്പോൾ ഇദ്ദേഹം എല്ലാ ആൾക്കാരെയും തൊട്ട് കഴിയുമ്പോൾ അവർ സുഖപ്പെടുന്നു, മഹാപാപികൾ മാനസാന്തരപ്പെടുന്നു, പിശാചുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ നോർമലായിട്ട് നടക്കണു. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശിഷ്യന്മാർക്ക് തോന്നി ഈ മനുഷ്യന് ഈ മാറിപ്പോയിട്ട് എവിടെ ഇരിക്കണ്ടല്ലോ, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ബാക്കിയുള്ള നേരത്തൊക്കെ നമ്മുടെ പോലെ തന്നെയാണ് ഇയാൾ. അപ്പോൾ ഇയാൾ എന്തോ ഉണ്ട്. ഞാൻ ആ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ് ഒരു മാനുഷികമായ പെർസ്പെക്റ്റീവിൽ നിന്ന്. അപ്പോൾ അവർക്ക് തോന്നി. പിന്നെ ഇടയ്ക്ക് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും ഇതൊക്കെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ മക്കളെ മാറുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളായപ്പോൾ അവർക്ക് തോന്നി ഇത് പ്രാർത്ഥിക്കാനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കർത്താവ് ചെയ്യുന്ന പോലെ നമുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരൊക്കെ വളരെ മാനുഷികമായിട്ടാണ് ആദ്യം ചിന്തിച്ചിരുന്നത് എന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റൊക്കെ കഴിയുമ്പോഴാണ് ഇവർക്ക് ഇതെല്ലാം ഇത് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരുന്നില്ല എന്ന് പലർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ മാത്രമല്ല കർത്താവ് ഓരോ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പും പ്രാർത്ഥിക്കണമുണ്ട്. കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ജനം അറിയുന്നതിന് വേണ്ടി, അങ്ങയുടെ സ്നേഹം ഇവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് ഇത് ചെയ്തു തരണമേ. അപ്പോൾ കർത്താവും യാചന തന്നെയാണ് പലപ്പോഴും പിതാവായ ദൈവത്തോട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ശിഷ്യന്മാർ കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ അന്നത്തെ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് പല വശങ്ങളുണ്ടായിരുന്നെങ്കിലും ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു യാചനയുണ്ട്. അപ്പോൾ കർത്താവ് യാചനാരൂപത്തിൽ തന്നെയാണ് അത് അവർക്ക് കൊടുത്തത്. അതിനുള്ളൊരു പശ്ചാത്തലം, ഇവരൊരു കാര്യം യാചിക്കുമ്പോൾ യാചന ഇവർക്ക് അനുഭവിക്കുന്ന രീതിയിൽ, പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു യാചന അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഫോർമുലേഷനിലാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. പിതാവായ ദൈവത്തോട് അത് അഭ്യർത്ഥിക്കണം. അതിന് കാരണമുണ്ട്. കർത്താവ് ചിന്തിക്കുമ്പോൾ കർത്താവ് കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ കുരിശിൽ തറച്ച് മരിച്ചു പോവും. പിന്നെ ഇവരുടെ കൂടെ ഇവർക്ക് ആ പരിശുദ്ധാത്മാവിനെയാണ് ഉള്ളത്. പക്ഷെ ഇവർ പിതൃത്വം നഷ്ടപ്പെട്ട ഒരു ശിഷ്യ സമൂഹം പോലെ ആയിത്തീരും. അപ്പോൾ ഈ യാചന വരുന്നത് എപ്പോഴും ഒരു ശരണത്തിലാണ്, ഒരു ആശ്രയത്തിലാണ്, ഒരു അരക്ഷിതത്വബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യാചിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ യാചിക്കാറില്ലല്ലോ. നമ്മൾ വളരെ സ്നേഹം ഉണ്ടാകുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു, നന്ദിയായിട്ട്, സ്തുതിയായിട്ട്, ആരാധനയായിട്ടൊക്കെ. പക്ഷേ അപ്പോൾ കർത്താവ് ഓർക്കുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ
ഒരു അനാഥത്വത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഒരു ആശ്രയബോധം അവരുടെ ഉണ്ടാകണം. ആ ആശ്രയബോധം പിതാവായ ദൈവത്തോട് അവർക്ക് നടത്താൻ സാധിക്കണമെങ്കിൽ കുറേ കൂടി ഒരു പക്ഷേ നല്ലതൊരു യാചനാരൂപമായിരിക്കാം എന്നായിരിക്കണം കർത്താവിൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോൾ പല അഭിപ്രായങ്ങളും അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ കുറച്ചുകൂടി സ്വീകാര്യമായ കാര്യം ഇന്നത്തെ തലമുറയിൽ വായിക്കുമ്പോഴും ഇന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ, നമ്മൾ ആളുകളെ കണ്ടെത്തുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയോ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട, എവിടെയോ ഒന്ന് കയറിപ്പിടിച്ചിട്ട് ജീവിതത്തെ നിയന്ത്രിക്കാനും സന്തോഷമായി കൊണ്ടുപോകാനും ശാന്തി കിട്ടാനും സമാധാനം കിട്ടാനും പ്രശ്നങ്ങൾ അതിജീവിക്കുവാനും ഇങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യൻ. ഇപ്പം നമ്മൾ ധ്യാന സെൻ്ററുകളിലൊക്കെ വെച്ച് കണ്ടാൽ നമുക്കറിയാം, എവിടെ ധ്യാനം വെച്ചാലും ജനങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടിക്കൂടും. ഇവിടെ മാത്രമല്ല, മറ്റു മതസ്ഥരുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ അത്രയും അശാന്തിയും അത്രമാത്രം അസമത്വവും അരക്ഷിതത്വവും അതുപോലെ തന്നെ അപകർഷതയും അവന് പരാജയബോധവും അവന് ഒരുപാട് ആകുലതയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു യാചനാരൂപത്തിൽ ദൈവത്തിങ്കിലേക്ക് ഒരു ട്രസ്റ്റ് കിട്ടുന്ന, ഒരു ശരണം കിട്ടുന്ന, പ്രത്യാശ കിട്ടുന്ന, കുറേ കൂടി നല്ല രീതിയിൽ ഭാവിയെ നോക്കിക്കാണാൻ സഹായിക്കുന്ന ഒരു സന്ദേശം ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മനുഷ്യന് പ്രത്യാശ നൽകുന്ന ഔഷധമാണ് പ്രാർത്ഥന. ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകുന്ന മരുന്നാണത്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഈ അരക്ഷിതത്വത്തിൽ നിന്ന്, എൻ്റെ ഈ ആവശ്യങ്ങളിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു ഭക്തൻ ഒരു ദൈവികമായ സുരക്ഷിതത്വ എന്നെ സൃഷ്ടിച്ച എൻ്റെ എല്ലാമായ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളിലേക്ക് തിരിയുമ്പോൾ സാധാരണ വരാവുന്ന ഒരു വികാരമാണ് യാചന. അപ്പോൾ ആ രൂപത്തിലാണ് അവർക്ക് ദൈവമായ പിതാവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യാചന ഉണ്ടാക്കിയിട്ട്. നമ്മൾ മുമ്പ് പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റുള്ള തലങ്ങൾ, ഇപ്പോൾ ആരാധന, ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം, അനുതാപം, ആ വക ഘടകങ്ങൾ ഈ പ്രാർത്ഥനയിലെ ഈ കർത്തൃ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് എനിക്ക് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഓർക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വാസ്തവത്തിൽ ഈ സ്വർഗസ്ഥനായ പിതാവിലുള്ള ആദ്യത്തെ കാര്യം നോക്കി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതൊരു അഭ്യർത്ഥനയാണെങ്കിലും വാസ്തവത്തിൽ അതൊരു പുകഴ്ത്തലാണ്, സ്തുതിപ്പ് വരുന്നുണ്ട്, ആരാധനയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ മൂന്ന് കാര്യവും വാസ്തവത്തിൽ ഭക്തൻ്റെ ഒരാവശ്യമാണെങ്കിലും അതിനോടൊപ്പം തന്നെ അത് ഈ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമാകാനും പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ആരാധനയും സ്തുതിയും അതിലുണ്ട്, ഈ പ്രാർത്ഥനയുടെ നമ്മൾ പറയുന്ന ആദ്യത്തെ രണ്ട് വശവും. പക്ഷേ അതൊരു യാചനാ രൂപത്തിൽ രൂപപ്പെടുത്തി എന്ന് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാദങ്ങളിലേക്ക് കടന്നാൽ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിനാണല്ലോ അതിൻ്റെ കൂടുതൽ മഹത്വം ഉണ്ടാകണേ, ദൈവരാജ്യമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം എന്താ? മനുഷ്യരുടെ ആവശ്യങ്ങളാണ്. അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനുതാപമല്ലേ? ഒരു കൺഫെഷനാണ്. കൺഫെഷനാണ്. അതാണല്ലോ പ്രാർത്ഥനയുടെ ഒരു മൂന്നാമത്തെ വശമായിട്ട് നമ്മൾ പറയാം. ആരാധന, സ്തുതി, പശ്ചാത്താപം, യാചന. അപ്പോൾ ബാക്കിയുള്ള അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം, പിന്നെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാതിരിക്കാൻ സഹായിക്കണമേ എന്നൊക്കെയാണ്. അത് മൂന്നുമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഭക്തൻ്റെ ഒരു ആവശ്യത്തിലേക്ക് വരുന്ന കാര്യമുള്ളൂ. ബാക്കിയുള്ളത് അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളൊരു യാചനയാണ്. ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് പോലെ അങ്ങനെ എൻ്റെ തെറ്റുകളും. അപ്പോൾ അതിൽ ശരിക്കും അനുതാപം, ഒരു അനുരഞ്ജനത്തിൻ്റെ, താൻ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിലിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, പൂർണ്ണമായ ഒരു മനസ്താപത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ എനിക്കത് ആദ്യം എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പഠിച്ച് ചെന്നപ്പോൾ മനസ്സിലായത് സ്വർഗസ്ഥനായ എന്ന പിതാവിലെ അതൊരു പൂർണ്ണ പ്രാർത്ഥനയാണ്. എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്, എല്ലാ വശമുണ്ട്. ഈ കർത്തൃ പ്രാർത്ഥന നമ്മുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അതിലെല്ലാം ഉണ്ട് എന്ന് പറയാൻ കാരണം,
ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക തന്നെ അതിലുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 പോർഷനിൽ ആ ദൈവിക പുണ്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് സഭാഭേദമായി പഠിപ്പിക്കുന്നുണ്ട്. മറ്റേ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതെ, അതും കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ കാരണം നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തരും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഈ വിശ്വാസം ശരണ ഉപവി ആണല്ലോ അതിൽ കാണിക്കുന്നത്. ശരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ അങ്ങയുടെ രാജ്യം ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാകുമ്പോൾ അത് ഉപവി ആയി. പിന്നെ സ്വർഗസ്ഥലങ്ങളിൽ നാം പൂജിതമാകണം എന്നതിൽ എല്ലാത്തിലുമുള്ള ഒരു കാര്യമാണ് പിതാവിനോടുള്ള നമ്മുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം ശരണ ഉപവി ഈ ആദ്യത്തെ 3 ഭാഗത്തിലും ദൈവിക പുണ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇതിനുശേഷം 4-ാമത്തെ വശങ്ങളിലെ യാചനകളിലെ ആ യാചനകളെയും കൂടി ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റും. നമ്മൾ അതിലെ ഓരോ യാചനകളെക്കുറിച്ചും ഈ ആദ്യത്തെ 3 യാചനകളെക്കുറിച്ചും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ പറയേണ്ടതായിട്ട് വരും. എങ്കിലും ഈ 3 പിതാവിൻ്റെ മഹത്വത്തിലും അതുവഴി പിതാവിൻ്റെ സൃഷ്ടികർമ്മത്തിനും ആ പിതാവിൻ്റെ രക്ഷാകര പദ്ധതിക്കും ഉണ്ടാകേണ്ട നിറവിനെക്കുറിച്ച് പ്രകീർത്തിച്ച് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നീട് 4 നമ്മുടെ ആവശ്യങ്ങൾ മാനുഷികമായ ആവശ്യമാണ്. അപ്പോൾ ഈ ആ ആവശ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും മനോഹരമാണ്. കാരണം അതിൽ പറയുന്ന ആവശ്യം നമ്മൾ ഇന്ന് പറയുന്നത് പോലെയുള്ള ആവശ്യങ്ങളല്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പറയുന്നത്? എനിക്ക് ആരോഗ്യം തരണമേ, എനിക്ക് സമ്പത്ത് തരണമേ, പട്ടിണി മാറ്റണമേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. ഭക്ഷണം. അപ്പോൾ അത് ഇവിടെയുണ്ട്. ആഹാരം വേണം. പക്ഷെ ആ ആഹാരത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് കേവലം ഭൗതികമായ ആഹാരം മാത്രമല്ല, സ്പിരിച്വൽ ഫുഡും കൂടി ഉണ്ട്. ജീവിതത്തിന് ആഹാരം ഉണ്ടാകണം. ഈ ജീവൻ, ആത്മാവ് നിലനിൽക്കണം. ആത്മാവ് നിലനിൽക്കണമെങ്കിൽ ദൈവികമായ ഒരു ഊർജവും ശക്തിയും എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് കൂടി കർത്താവ് ഞങ്ങൾക്ക് അന്നു വേണ്ട അപ്പം തരണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ശാരീരികമായ ആവശ്യങ്ങൾ നടക്കണം, മനസ്സിൻ്റെ ആവശ്യങ്ങൾ നടക്കണം, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ നടക്കണം. അപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടി ഒരു വളരെ ഭൗതികമായ അന്വേഷണം മാത്രമല്ല അതിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ പറയുന്നു പിന്നീട് പ്രലോഭനത്തിൽ ഞാൻ ഉൾപ്പെടാൻ ഇടയാകരുതേ എന്നാണ് ഇപ്പോൾ നമ്മൾ പുതിയ രീതിയിലൊക്കെ ചിലർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രലോഭനം ഉണ്ടാവും. കർത്താവ് പറയുന്ന പോലെ നമ്മളതിൽ വീഴാതെ ഒരു കൊച്ചുകുട്ടിയെ പിതാവ് കൈപിടിച്ചത് മാറ്റി നിർത്തുന്നത് പോലെ നോക്കണം. അവ പറഞ്ഞില്ലേ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്, പുരോഹിത പ്രാർത്ഥന. അതിൽ നിങ്ങളെ കർത്താവ് എൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. അതാണ് ഇവിടെയും പറയുന്നത്. പ്രലോഭനത്തിൽ വീഴ്ത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ ഇതൊന്നും ഭൗതികമായ അന്വേഷണം. നമ്മൾ പറയുന്നത് ജോലി കിട്ടണം, പിന്നെ രോഗം മാറണം, ആശുപത്രി ഇല്ലാണ്ട് ഞാൻ അത്ഭുതകരമായി സുഖപ്പെടണം, എൻ്റെ പറമ്പ് വിൽക്കാണ്ട് കിടക്കണതിന് വില കൂടുതൽ കിട്ടണം, മറ്റോടത്ത് ഗൾഫിൽ പോകുന്നതാണ് അവൾക്ക് പിറക്കുമ്പോൾ ആ ആൺകുട്ടി പിറക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്മുടെ സ്വാർത്ഥപരമായ ആവശ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും യാചനയിലുണ്ടാവുക, നമ്മുടെ യാചനകൾ. പിന്നെ അത് ജീവിച്ച് കുറച്ച് ചൊല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ മേടിച്ചെടുക്കാനുള്ള കറക്കണ പശു അല്ല ദൈവം. ഇത് ഇങ്ങനെ ലോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ അങ്ങോട്ട് വായോ, ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യാം, ഒരു ചെറിയ കുർബാന എത്തിക്കാം, ഞാൻ മുട്ടുമ്പോൾ നിൽക്കാം, ഞാൻ ഇച്ചിരി നോമ്പ് നടക്കാം, എന്നാൽ എൻ്റെ കാര്യം നടന്നു കിട്ടണം എന്നുള്ള ബാർഗൈനിങ് അല്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇംഗിതം പോലെ എൻ്റെ ജീവിതം തിന്മയിൽപ്പെടാതെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ എൻ്റെ മറ്റുള്ള എല്ലാവരോടും ഞാൻ അനുരഞ്ജനത്തിൽ ഇവിടെ ജീവിക്കുക എന്നുള്ള ഒരു സ്വർഗരാജ്യത്തിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ് വാസ്തവത്തിൽ ഈ 2ാമത്തെ യാചനകളെല്ലാം വരുന്നത്. അവിടേക്ക് സൂട്ടബിൾ ആക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ മനുഷ്യർക്ക് പലപ്പോഴും യാചന, നമ്മുടെ പ്രാർത്ഥനയുടെ മൊത്തം ആന്തരാർത്ഥങ്ങളെ വാസ്തവത്തിൽ റീസെറ്റ് ചെയ്യാനും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കർത്താവ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അത് വളരെ മനോഹരമായിട്ട് ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് പോലും നമ്മൾ രക്ഷപ്പെടുകയും ദൈവം മാത്രം മഹത്വപ്പെടുകയും ദൈവത്തിൻ്റെ ഇംഗിതം നാട്ടിൽ നടക്കുകയും അങ്ങനെ എല്ലാവർക്കും തമ്മിൽ പരസ്പര സ്നേഹവും സന്തോഷമുള്ളൊരു സാമൂഹിക വ്യവസ്ഥിതി തന്നെ ഇവിടെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഇതിൽ നമുക്കിപ്പോൾ ഈ 7 ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അതിൽ ആദ്യത്തെ ഇതുണ്ടല്ലോ, അങ്ങയുടെ നാമം പൂജിതമാകണം എന്നുള്ളത്, അതൊന്ന് കുറച്ചും കൂടി വിശദീകരിച്ചു തന്നെ. കാരണം എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങൾ മൂലം, നിങ്ങളുടെ പ്രവൃത്തി മൂലം ജാതിയുടെ ഇടയിൽ എൻ്റെ നാമം
അശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളിന്ന് കാലിക പ്രാധാന്യമായിട്ട് കാണുന്നതാണ്. നമ്മുടെ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ അവമതിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥനയിലെ ഈ ആദ്യത്തെ വരി തന്നെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനായിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അത് ദൈവികമായ നാമമാണ്, അത് പൂജ്യമായ നാമമാണ്. അതെന്നും പൂജ്യമായി തന്നെ എല്ലാവരും പരിഗണിക്കണം, പൂജ്യമായി തന്നെ അത് എന്നും സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നോക്കി പേര് നശിച്ചാൽ പിന്നെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ നമ്മളതല്ലേ പണ്ട് കുഞ്ഞുനാളിൽ നമ്മുടെ ആൾക്കാർ കുറ്റപ്പേര് വിളിക്കും നമ്മളെയൊക്കെ, ചട്ടുകാല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര ബോഡി ഷെയ്മിങ് ഒക്കെ ഭയങ്കര പ്രശ്നമല്ലേ? പണ്ട് നമ്മളിങ്ങനെ ആ കറുത്തൊട്ടീനെ വിളിക്കടാ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയണത്. അല്ലെങ്കിൽ നമ്മൾ പറയണ വാക്കുകളിലൊക്കെ എന്തുമാത്രം ഡിസ്ക്രിമിനേഷനാണ്. മനുഷ്യനെ കളിയാക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഓരോ സാധനം ഇറച്ചിപ്പാറു എന്നൊക്കെ ഓരോ പേരുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പേരുകൾ കേട്ട് കഴിഞ്ഞാൽ അവനെ അതോടുകൂടി ആ നാട്ടിൽ അങ്ങനെ വിളിക്കണുള്ളൂ. ഞാനൊരു പ്രാവശ്യം ഒരാൾ തെണ്ടിപ്പവർ എന്നൊരു തെണ്ടി പറയത് എന്നൊക്കെ ഒരാളെ വിളിക്കുക വളരെ കോമൺ ആയിട്ടേ. അങ്ങനെയൊക്കെയുള്ള സാമൂഹികമായ ചെറുതാക്കലുകളും വലുതാക്കലും അപഹാസ്യങ്ങളും ഒക്കെയാണ്. പേര് നശിക്കുക എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയേ, എന്തുമാത്രം നുണയാണ് ഈ വെർച്വൽ ലോകത്തിൽ. വെറുതെ പോണ ഒരു മനുഷ്യനെ പിടിച്ച് അവൻ വല്ലോടത്തും വേറെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ പകുതി മാത്രം കാണിച്ച് ആവശ്യം മാത്രം അവനെ അപഹാസ്യപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിൽ എന്നിട്ട് പണ്ട് നടന്ന ഇപ്പോൾ കാണുന്ന ചില വീഡിയോസ് എങ്ങനെയാണ്, പണ്ടെന്നോ നടന്നൊരു വീഡിയോസിനെ പുതിയ തരത്തിലുള്ള വോയിസ് കൊടുക്കുക, AI വെച്ചിട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഇയാൾ ഇങ്ങനെ പറഞ്ഞോ, ഉടനെ തന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുക. ലോകം മുഴുവൻ ഇയാളെ തെറ്റും കുറ്റക്കാരനുമായിട്ട് കാണുക. അദ്ദേഹം ചത്തതിന് തുല്യമായി, അദ്ദേഹത്തിന് ചത്തൽ അപമാനിക്കപ്പെട്ടു അദ്ദേഹം. അപ്പോൾ നമ്മൾ ഈ പേര് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ പാപം. ഇതൊന്നും ആരും കുമ്പസാരത്തിലും പറയണമില്ല. അതാണ് എനിക്ക് ഈ കുമ്പസാരത്തിൻ്റെ ഇന്നത്തെ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ആളുകൾ വേണ്ട രീതിയിൽ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണേ. തെറി പറഞ്ഞിട്ടുണ്ടോ, തെറിയൊക്കെ പറയണേക്കാൾ എത്രയോ വലിയ ഗൗരവമുള്ള തെറ്റാണിത് ഇന്ന്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ ഇതുപോലെയുള്ള ഗോസിപ്പുകൾ ഈ വീട്ടിലിട്ട് വെറുതെ ആ അടുക്കളയുടെ അവിടെ വന്ന് നോക്കിയാൽ അവിടേക്ക് ഒരാൾ പോകണ്ടായിരുന്നല്ലോ, അപ്പോൾ അവൻ എങ്ങോട്ട് പോയി ഇതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ജീവിക്കുകയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോഴേക്കും ഒരു സ്റ്റോറി ഉണ്ടാക്കി, ഒരു നെററ്റീവ്. ഇന്നത്തെ ഭാഷയിൽ ഇത്തിരി സ്വാത്വികമായ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ നെററ്റീവാണ്, ഓരോ വിവരണങ്ങൾ അവരുടേതായ ഓരോ കോപ്പി അടിക്കുകയാണ്. അതുപോലെ ജാതികൾ തമ്മിൽ, ഇന്ന് മതങ്ങൾ തമ്മിൽ, വർഗങ്ങൾ തമ്മിൽ, പാർട്ടികൾ തമ്മിൽ എന്തുമാത്രം പേര് നശിപ്പിക്കുന്ന പരിപാടിയാണ് നടക്കണേ. ഭയങ്കരമായിട്ടുള്ള സാമൂഹിക സ്പർദ്ധ, മതസമൂഹങ്ങളെ തമ്മിൽ അകറ്റാവുന്ന രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അവരൊരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ ആ രീതിയിൽ ഓരോന്നിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ നമ്മൾ വളരെ അതിനിപുണരായി മാറുകയും അതിലൂടെ ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കോ, മുനമ്പം ആ ഇലക്ഷന് മുമ്പ്, ബൈ ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു അവിടെ പൂങ്കണ്ണീര് വീഴ്ത്താനായിട്ട് എല്ലാ തരം ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ റഷില്ല, അവിടെ ഒരു റഷും ഇല്ല. അന്ന് എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ നോക്കി അറിയാം പേര് നശിപ്പിക്കുക. ഇങ്ങനെ പേര് നശിപ്പിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നു, സമൂഹങ്ങൾ തമ്മിൽ അകലുന്നു, ദൈവം പരാജയപ്പെടുന്നു. കാരണം സത്യമാണ് ദൈവം. അപ്പോൾ ഇതുപോലെ നമ്മൾ പലരും ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ കയറണം എന്താണെന്ന് പറയും സാധാരണ ആൾക്കാർ. പള്ളിയുടെ പേര് വല്ലയിടത്തും പറഞ്ഞോ, അച്ഛൻ്റെ പേര് മോശമായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ആണയിട്ട് പറഞ്ഞു രണ്ടാമത്തെ അതൊക്കെയാണ് ഇവർ വലിയ. അതൊന്നുമല്ല ഇന്ന് അതിൻ്റെ അർത്ഥതലങ്ങൾ. ഇന്നത്തെ അർത്ഥതലങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമം പേറുന്ന ക്രിസ്ത്യാനി ഈ വക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൻ ദൈവത്തെ ശപിക്കുകയും നശിപ്പിക്കുകയും ദൈവത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. എൻ്റെ പ്രവൃത്തിയാൽ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കപ്പെടുകയാണ്, അപഹാസ്യമാക്കപ്പെടുകയാണ്. അല്ലാണ്ട് നമ്മളിപ്പോഴും പലരും പള്ളിയിൽ കയറി വർത്തമാനം പറഞ്ഞു അതൊക്കെയാണ് പണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് കാണിച്ചിരുന്നത്. പള്ളിയിൽ ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു വിശുദ്ധമായ ഒരു നല്ല ചിന്ത വന്നു ഒരാളോട് പറയണമല്ലോ, കുഴപ്പമില്ല, ശരിയാണ്. പള്ളിയിൽ നമ്മൾ അലമ്പാക്കരുത് പെരുമാറുമ്പോൾ.
പക്ഷേ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം, പള്ളിയിൽ വെച്ച് കൈയടിക്കരുത്, ദൈവത്തെ ആരെങ്കിലും കൈയടിച്ച് പ്രാർത്ഥിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ, അതൊക്കെയാണ് പരിശുദ്ധമാക്കപ്പെടുന്നത്. അത് അങ്ങനെയൊന്നും, അതൊക്കെ വളരെ 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 ലിറ്ററലായ ഒരർത്ഥം മാത്രമാണ്. ശരിയായ അർത്ഥം നമ്മൾ മനുഷ്യ സമൂഹത്തെ ദൈവത്തിൻ്റെ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള കൽപ്പന പാലിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. അതുകൊണ്ട് ഈ എൻ്റെ നാമം പൂജിതമാകണമേ എന്ന് പറയുന്നതിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ നാമം അനാവശ്യമായിട്ട് അവിടെ ഇവിടെയും പറയണ്ടോയെന്ന് പറയാൻ പാടില്ല, തീർച്ചയായിട്ടും. അതിനേക്കാൾ വലിയ വലിയ പ്രാധാന്യമാണ് ദൈവത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന ഏത് മതസ്ഥനായാലും, അല്ലെങ്കിൽ ആ ആൾ ഈ ദൈവത്തിന് ചേരാത്ത രീതിയിലുള്ള അരൂപിയിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നതും അവൻ ഒരിക്കലും ദൈവസ്നേഹിയല്ല, ദൈവത്തിൻ്റെ വിരോധിയാണ്. അവനാണ് ദൈവവിരോധി. നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാറായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ള ഭാഗത്തെക്കുറിച്ച് പ്രേക്ഷകർക്കായി വിശദീകരിച്ച അച്ഛനെ നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എൻ്റെ നാമം നിങ്ങളുടെ പ്രവൃത്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് പ്രവാചകൻ വഴി ബൈബിളിൽ പറയുന്നത്. നാം സ്വയം ആലോചിക്കുക, നമ്മുടെ പ്രവൃത്തികൾ മൂലം, നമ്മുടെ ചിന്തകൾ മൂലം, നമ്മുടെ എഴുത്തുകൾ മൂലം ദൈവത്തിൻ്റെ നാമം ജനതകളുടെ ഇടയിൽ വിശദീകരിക്കപ്പെടാൻ ഇടയാകുന്നുണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ എപ്പിസോഡ് കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.